ഹലോ സ്റ്റുഡൻസ്, ഹൗ ആർ യു? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഠാക്കൂർ കാ കുവ എന്ന പാഠത്തിൻ്റെ ഒന്നാം ഭാഗം. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഠാക്കൂർ കാ കുവ എന്ന പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗംഗി ഠാക്കൂറിനെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഠാക്കൂർ എപ്പോഴും താൻ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്നുള്ള അഹങ്കാരത്തിലാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും പ്രവർത്തിക്കുന്നത് എല്ലാം വളരെ മോശമായ പ്രവൃത്തികൾ. സ്ത്രീകളെ തുറിച്ചു നോക്കുക, അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള മോശം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഉയർന്ന ജാതിയാണെന്നുള്ള അഹംഭാവം കൊണ്ട് നടക്കുന്ന ഒരു ഠാക്കൂറിനെ കുറിച്ചാണ് ഗംഗി ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പൊ അടുത്ത ഭാഗം നമുക്ക് ആരംഭിക്കാം. അടുത്ത ഭാഗം പേജ് നമ്പർ 57 എടുക്കുക കേട്ടോ. അതിൽ കുവേ പർ കിസി കെ ആനയ്ക്ക് ആഹഡ് ഹുയി. കുവ എന്ന് പറഞ്ഞാൽ അറിയാലോ, കിണർ. കിണറിന്റെ അടുത്തേക്ക് ആരോ വരുന്ന കാൽപെരുമാറ്റം കേട്ടു. ആഹട്ട് എന്ന് പറഞ്ഞാൽ കാൽപെരുമാറ്റം, ആഹഡ് ഹുയി. ഗംഗിക്ക് ഛാത്തി തക് തക് കർണലേക്ക്. അപ്പൊ ഗംഗയുടെ നെഞ്ച് പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. തക് തക് എന്ന് പറയാൻ നമ്മൾ ശബ്ദം ആണ് കാണിക്കുന്നത്. ഇത് ഗംഗയുടെ നെഞ്ച് പടപടാന്ന് മിടിക്കാൻ തുടങ്ങി ഭയം കൊണ്ട്. കഹി ദേഖ്ലെ തോ ഗസബ് ഹോ ജായ്. ആരെങ്കിലും കണ്ടാൽ അനർത്ഥം ഉണ്ടാവും. ഗസബ് എന്ന് പറയാൻ അനർത്ഥം. അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഗംഗി ഉയർന്ന ജാതിയിൽപ്പെട്ട ഈ ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ ശ്രമിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അനർത്ഥം സംഭവിക്കും എന്ന് ഗംഗയ്ക്ക് നന്നായിട്ട് അറിയാം. അതാണ് അവരാ പറയുന്നത്. ആരെങ്കിലും കണ്ടാൽ അനർത്ഥം സംഭവിക്കും. ഏക് ലാത്ത് പീത്തോ നീച്ചെ നപ്പടെ. ലാത്ത് എന്ന് പറഞ്ഞാൽ തൊഴിയാണ്. ഒരു തൊഴി പോലും പാഴാവില്ല എന്നതിന്റെ അർത്ഥം. ഒരു തൊഴി പോലും പാഴാകിയല്ല. उसने खड़ा और रस्सी उठा ली और चुप कर चलती हुई एक वृक्ष के अंधेरे साये में जा खड़ी हुई. അവര് പതുക്കെ തന്റെ കുടവും അത് കെട്ടാനുള്ള കയറും, രസ്സി എന്ന് പറഞ്ഞ വള്ളി, കയർ എന്നർത്ഥം, കുടവും അത് കെട്ടാനുള്ള കയറും എടുത്തിട്ട് സാവധാനം പതുങ്ങി നടന്ന് തൊട്ടടുത്തുള്ള ഒരു മരത്തിന്റെ നിഴലിൽ പോയി നിന്നു. വൃക്ഷയ്ക്ക് അന്ധേരെ സായം, ഇരുണ്ട നിഴലിൽ പോയി നിന്നു. കബ് ഇൻ ലോഗോं को दया आती है किसी पर. ഗംഗി അപ്പോഴും സ്വയം ചിന്തിക്കുകയാണ്. കബ്, എപ്പോൾ ഇവർക്ക് ആരോടെങ്കിലും ദയ തോന്നും. കബ് ഇൻ ലോഗോं को दया आती है किसी पर. എപ്പോൾ ഈ ആൾക്കാർക്ക് ആരോടെങ്കിലും ദയ തോന്നും. ബെച്ചാരെ മഹ്ഗൂ को इतना मारा कि महीनों लहू थूकता रहा. ബെച്ചാര എന്ന് പറഞ്ഞാൽ പാവം മെഹ്ഗൂനെ എന്തോരം അടിച്ചു. മെഹ്ഗൂ എന്ന് പറഞ്ഞാൽ അതിലൊരു, ഈ കഥയിലെ ഒരു കഥാപാത്രമാണ്. ഈ കഥയിലെ മറ്റൊരു ഭാഗത്തെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതിനാണ് ഞാൻ പറയാം. ഈ മെഹ്ഗൂ ഠാക്കൂറിന്റെ തൊഴിലാളിയായിരുന്നു. പക്ഷെ അയാൾക്ക് വളരെ തുച്ഛമായ വേതനമേ ഠാക്കൂർ കൊടുക്കുകയുള്ളായിരുന്നു. അപ്പോൾ അയാൾ ന്യായമായ വേതനം വേണം എന്ന് വാശി പിടിച്ചു. ന്യായമായ കൂലി തരാതെ ഞാൻ പണി ചെയ്യില്ല എന്ന് ഈ മെഹ്ഗൂ വാശി പിടിച്ചു. അപ്പോൾ ഠാക്കൂർ അയാളെ എന്ത് ചെയ്തു? അടിച്ച് അവശനാക്കി കളഞ്ഞു. അതാണ് ഗംഗി ഇവിടെ പറയുന്നത്. ആ പാവം മെഹ്ഗൂവിനെ എന്തോരം അടിച്ചു. മാസങ്ങളോളം അയാള് രക്തം ഛർദ്ദിച്ചു കിടന്നു, രക്തം തുപ്പിക്കൊണ്ടിരുന്നു. തൂക്കിന തുപ്പുക എന്നാണ്. മെഹ്ഗൂ ലഹു, ബ്ലഡ്, രക്തം തുപ്പിക്കൊണ്ടിരുന്നു. ഇസ്ലിയെ തോ കി ഉസ്നെ ബേഗാർ നദീതി. എന്തിനാണ് അവനെ അടിച്ചത്? ബേഗാർ എന്ന് പറഞ്ഞാൽ കൂലിയില്ലാതെ ജോലി ചെയ്യുക. അപ്പൊ കൂലിയില്ലാതെ ജോലി ചെയ്യാൻ അയാൾ വിസമ്മതിച്ചു. അതിനാണ് അയാളെ അടിച്ചത്. അതൊരു അന്യായമാണ്. നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ന്യായമായ വേതനം കൊടുക്കണം. പക്ഷെ ഇവിടെ ഠാക്കൂർ അയാൾക്ക് ന്യായമായ വേതനം കൊടുത്തില്ല. അയാള് വിസമ്മതിച്ചപ്പോൾ അയാളെ അടിച്ച് അവശനാക്കി കളഞ്ഞു. അയാൾ മാസങ്ങളോളം രക്തം തുപ്പിക്കൊണ്ടിരുന്നു. ഇസ് പർ യേ ലോഗ് ഊഞ്ചെ ബൻതെ ഹൈ. അപ്പൊ ഇങ്ങനെയൊക്കെ മോശമായിട്ടും ഇങ്ങനെയൊക്കെ വില കുറഞ്ഞ രീതിയിൽ പെരുമാറുന്നതുകൊണ്ട് ഇവർ ഉയർന്ന ജാതി ആകുമോ? ഗംഗൈ സ്വയം ചോദിക്കുകയാണ്. അപ്പോൾ ഉയർന്ന ജാതിയാണ്, ഉയർന്ന ജാതിയുടെ മഹത്വം അവകാശപ്പെടുന്നവര് ഉയർന്ന രീതിയിൽ പെരുമാറുകയും വേണം മറ്റുള്ളവരോട്. തങ്ങളുടെ പെരുമാറ്റത്തിലും തങ്ങളുടെ ചിന്താഗതിയിലും
ജീവിത രീതിയിലും എല്ലാം ഒരു നിലവാരം പുലർത്തണം. അല്ലാതെ ഏറ്റവും താഴേക്കിടയിലുള്ള രീതിയിൽ പെരുമാറുകയും ഞങ്ങൾ ഉയർന്ന ജാതിയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നത് ഒട്ടും പൊരുത്തപ്പെടാത്ത കാര്യമാണ്. അപ്പൊ അതാണ് ഗംഗി പറയുന്നത്. നിങ്ങൾ ഉയർന്ന ജാതിയാണോ, നിങ്ങൾ മറ്റുള്ളവരോട് വളരെ മാന്യമായ രീതിയിലും നിലവാരമുള്ള രീതിയിലും പെരുമാറണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അവകാശപ്പെടാൻ സാധിക്കും നിങ്ങൾ ഉയർന്ന ജാതിയാണെന്ന്? അതാണ് ഗംഗി പറയുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായി കാണുമോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. അടുത്ത ഭാഗം നോക്കിയോ. कुएं पर स्त्रियां पानी भरने आई थी, इनमें बात हो रही थी. അപ്പൊ സ്ത്രീകള് കിണറ്റിലേക്ക് വെള്ളം കോരാൻ വന്നാണ്. അവർ തമ്മിൽ സംസാരിക്കുകയാണ്. खाना खाने चले और हुक्म हुआ कि ताजा पानी भर लाओ, खड़े के लिए पैसे नहीं है. ഖാന ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഉത്തരവിട്ടു. എന്താണ്? നല്ല വെള്ളം കൊണ്ടുവരിക. താജാ പാനി എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ. ഇപ്പൊ അവരുടെ ഭർത്താക്കന്മാര് പറഞ്ഞതായിരിക്കും. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ഉത്തരവിട്ടു, നല്ല വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കടയ്ക്കലിയെ പൈസ നഹി. കട കുടത്തിന് വേണ്ടി കുടം വാങ്ങാൻ പൈസ തരില്ല. ഹം ലോകോ ആരാം സെ ബൈഠെ ദേഖർ ജൈസെ മർദോങ്കോ ജലൻ ഹോത്തി. അപ്പൊ നമ്മള് ഇച്ചിരി വിശ്രമിക്കുന്നത് കാണുമ്പോൾ, ആരാം കർണ വിശ്രമിക്കുക, നമ്മൾ വിശ്രമിക്കുന്നത് കാണുമ്പോൾ പുരുഷന്മാർക്ക് അസൂയാണ്. മർദ് എന്ന് പറഞ്ഞ പുരുഷൻ, ജലൻ അസൂയ. അപ്പൊ സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുകയാണ്. നമ്മൾ വിശ്രമിക്കുന്നത് കാണുമ്പോൾ പുരുഷന്മാർക്ക് അസൂയാണ്. ഏത്തോ നാ ഹുവാക്കി കൽസ്യ ഉടാക്കർ പാർലാത്തെ. എന്നാൽ ചെറിയ കുടത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞില്ല. കൽസ്യ എന്ന് പറഞ്ഞാൽ ചെറുകുടാണ്, ചെറിയ കുടത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. ബസ് ഹുക്കും ചലാദിക്ക് താജാ പാനിലാവും. ഉത്തരവിട്ടു. എന്താണ്? നല്ല വെള്ളം കൊണ്ടുവരിക. ജൈസെ ഹം ലൗണ്ട്യാം ഹി തോ ഹെ. നമ്മളൊക്കെ വേലക്കാരെ പോലെയല്ലേ? ലൗണ്ട്യ എന്ന് പറഞ്ഞാൽ ജോലിക്കാര്, വേലക്കാര്. ഇപ്പൊ നമ്മളൊക്കെ വേലക്കാരെ പോലെയല്ലേ? ഇപ്പൊ സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്നതാണ്. ലൗണ്ട്യാം നഹീത്തോ ഓർ ക്യാ ഹോത്തും. വേലക്കാരത്തെ അല്ലെങ്കിൽ പിന്നെ നീ ആരാണ്? റോട്ടി കപ്പട നഹി പാത്തി. നിനക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കിട്ടുന്നില്ലേ? 10-5 रुपये भी चीन ചപ്പാടുക്കർ ലേഹി ലെത്തിഹോ. 5-10 രൂപ എങ്ങനെയെങ്കിലും പിടിച്ചു പറിച്ചൊക്കെ നീ എടുക്കുന്നുണ്ട്. ഓർ ലൗണ്ടിയ കൈസേ ഹോത്തി ഹെ. പിന്നെ അല്ലാതാവും. പിന്നെ വേലക്കാരെങ്ങനെയാണ്? അപ്പൊ മറ്റു സ്ത്രീ പറയുന്നതാണത്. നീ ഭർത്താവിന് എടുക്കുന്ന നിനക്ക് ഭർത്താവ് ഭക്ഷണവും തരുന്നുണ്ട്, വസ്ത്രവും തരുന്നുണ്ട്, പിന്നെ 10-15 രൂപയൊക്കെ നീ എങ്ങനെയെങ്കിലും പോക്കറ്റിൽ നിന്നൊക്കെ കൈയിട്ടെടുക്കും. അപ്പൊ നീ വേലക്കാരത്തി അല്ലാതെ പിന്നെ ആരാണ്? മറ്റു സ്ത്രീ പറയുന്നതാണ്. അപ്പൊ അവര് മറുപടി പറയാണ്, മത് ലജാവ ദീദി. ചേച്ചി, ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നാണ്. കളിയാക്കാതെ ചേച്ചി. ലജാനെ കളിയാക്കാതെ ചേച്ചി. ജിൻ ഭർ ആരാം കർണേക്കോ ജി തരസ്കർ രഹിജാത്ത ഹെ. ജിൻ ഭർ എന്ന് പറഞ്ഞാൽ ദിൻ ഭർ ആണ്, ദിവസം മുഴുവനും. അത് അവരുടെ ഗ്രാമീണ ഭാഷയിൽ പറയുന്നു എന്നേ ഉള്ളൂ. ദിവസം മുഴുവനും അല്പം വിശ്രമിക്കാൻ മനസ്സ് കൊതിക്കുകയാണ്. ആരാം കർണ വിശ്രമിക്കുക. इतना काम किसी दूसरे के घर देती तो इससे कहीं आराम से रहती. അപ്പൊ ഇത്രയും ജോലി, ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്ന ഇത്രയും ജോലി വേറെ ഏതെങ്കിലും വീട്ടിൽ ചെയ്തിരുന്നെങ്കിൽ, അതാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്ന ഇത്രയും ജോലി വേറെ ഏതെങ്കിലും വീട്ടിൽ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ സുഖമായിട്ട് ഇരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇതിനേക്കാൾ വിശ്രമം കിട്ടിയേനെ. ഈ വീട്ടിലോ ദിവസം മുഴുവൻ ജോലി, അല്പം പോലും വിശ്രമമില്ല. ഊപ്പർ സെ ബഹ് എഹ്സാൻ മാൻത. അപ്പൊ മറ്റുള്ള ഒരു വീട്ടിൽ പോയി ഇത്രയും ജോലി ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ നമുക്ക് വിശ്രമവും കിട്ടും. പോരാത്തത് അവരതൊരു സഹായമായിട്ട് കരുതുകയും ചെയ്യും. അതല്ലെങ്കിൽ അവര് വേണേ മാസ ശമ്പളവും കൊടുക്കും, പൈസയും കൊടുക്കും. യഹാ ഹം കാം കർത്തെ കർത്തെ മർ ജാവോ പർ കിസി കാ മുഹ് ഹി സീതാ നഹി ഹോത്ത. ഇവിടെ ഈ വീട്ടിൽ ജോലി ചെയ്ത് മരിച്ചാലും ആരുടെയും മുഖം നേരെയാവില്ല, അല്ലെങ്കിൽ ആരുടെയും മുഖം തെളിയില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അപ്പൊ ആ സ്ത്രീകള് അവരുടെ ആ ഒരു വിഷമം പങ്കുവയ്ക്കുന്നതാണ്. ദിവസം മുഴുവനും വീട്ടില് നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ, അല്ല പകലന്തിയോളം വീട്ടിലെ ജോലികൾ തന്നെ ചെയ്ത് മടുക്കുന്നു. എന്നാലും ആർക്കും തൃപ്തിയാവില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യം. നമ്മുടെ അമ്മമാര് വീട്ടിൽ എന്തോരം ജോലികളാണ് ചെയ്യുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേക്കുമ്പോൾ തൊട്ട് രാത്രി 10 മണിക്ക് കിടക്കുന്നത് വരെ എന്തോരം ജോലികൾ, അലക്കുക, പെറുക്കുക, ഭക്ഷണം വയ്ക്കുക,
ഇതുകൂടാതെ മറ്റ് ജോലികൾക്ക് പോകുന്ന സ്ത്രീകളും ഉണ്ട്. അപ്പൊ ഇത്രയും ജോലി പുരുഷന്മാരെക്കാൾ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ശരിക്കും വീട്ടമ്മമാര്. ആ യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. കാരണം പുരുഷന്മാര് ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വിശ്രമമാണ്. പക്ഷെ അമ്മമാർക്ക് വിശ്രമിക്കാൻ പറ്റുമോ? ഇല്ല. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ജോലികൾ ആരംഭിക്കുകയായി. ചോറ്, കറി, അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ജോലി ആരംഭിക്കും. അപ്പൊ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ആ സ്ത്രീകൾ പറയുന്ന സംഭാഷണമാണ് ആ കേട്ടത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ദോനോ പാനി പർക്കർ ചലിക്കുകയും. ഇപ്പൊ രണ്ട് സ്ത്രീകളും വെള്ളം കോരിക്കൊണ്ട് പോയി. तो गंगी वृक्ष की छाया से निकली और कुएं की जगत के पास आई. അപ്പൊ ആ സ്ത്രീകള് വെള്ളമൊക്കെ കോരിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഗംഗി പതുക്കെ ആ വൃക്ഷത്തിന്റെ നിഴലിൽ നിന്നും കിണറിന്റെ അടുത്തേക്ക് വന്നു. കുവേക്ക് ജഗത് കെ പാസ് ആയി എന്ന് പറഞ്ഞാൽ ഈ കിണറിന്റെ അടുത്ത് കിണറിലേക്ക് കയറാനായിട്ട് പടി പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ജഗത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിണർ അല്പം പൊക്കത്തിലാണ്. അപ്പൊ ആ പൊക്കത്തിലോട്ട് കയറാനായിട്ട് പടി പോലെ കെട്ടിയിട്ടുണ്ട്. അതാണ് ഈ ജഗത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗംഗി പതുക്കെ ആ കിണറിന്റെ പടിയുടെ അടുത്തേക്ക് വന്നു. ബേഫിക്രയും ചെലകയത്. അപ്പൊ ആദ്യമേ ഠാക്കൂറിന്റെ വീടിന്റെ വാതിക്കെ കുറച്ച് ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാർ കൂടി ഒന്ന് വർത്താനം പറയുന്ന കാര്യം പറഞ്ഞില്ലേ, അവരൊക്കെ പോയി. ബേഫിക്രയും ചലേഗയും. ഠാക്കൂർ ബി ദർവാജ ബന്ദ് കർ അന്തർ ആംഗൻ മേ സോനെ ജാ രഹേ थे. അപ്പൊ ഠാക്കൂറും വാതിലൊക്കെ അടച്ചിട്ട് വീടിന്റെ ഉള്ളിൽ ഉറങ്ങാൻ പോവുകയായിരുന്നു. ഗംഗീനെ ക്ഷണിക് സുഖി സാസ്ലി. ഗംഗയ്ക്ക് ഒരു നിമിഷ നേരത്തേക്ക് ഒരു സുഖം അനുഭവപ്പെട്ടു. അല്ലെങ്കിൽ ഗംഗി ഒരു നിമിഷ നേരത്തേക്ക് ആശ്വാസത്തോടെ ശ്വാസമെടുത്തു, നിശ്വസിച്ചു. എന്താ കാര്യം? ഗംഗയ്ക്ക് ഒരുവിധം വെള്ളം കോരാനുള്ള അന്തരീക്ഷം സംജാതമായി. എല്ലാവരും ഒക്കെ പോയി, ആരുമില്ല, ഇനിയിപ്പോ വെള്ളം കോരാം. അതോർത്തപ്പോ ഗംഗയ്ക്ക് അല്പം ആശ്വാസം തോന്നി. കിസി തരഹ് മൈതാൻ ദോ സാഫ് ഹുവ. എങ്ങനെയൊക്കെയാണെങ്കിലും വെള്ളം കോരാനുള്ള അന്തരീക്ഷം സംജാതമായി. സാഫ് ഹുവ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയി എന്നാണ്. അപ്പൊ എല്ലാ തടസ്സങ്ങളും നീങ്ങി വെള്ളം കോരാനുള്ള അന്തരീക്ഷം സംജാതമായി. അമൃത് ചുരാലാനെ ഖേലിയെ ജോ രാജ്കുമാർ കിസി ജമാനെ മേ ഗയാ था वह भी शायद इतनी सावधानी के साथ और समझ बूझ कर न गया हो. അപ്പൊ അത് ഒരു പഴയൊരു പുരാണത്തിലെ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. ഏതോ രാജ്യത്തെ ഏതോ കാലഘട്ടത്തിലെ ഒരു രാജകുമാരൻ, കഥയാണ് കേട്ടോ, ഏതോ കാലഘട്ടത്തിലെ ഒരു രാജകുമാരൻ അമൃത് മോഷ്ടിക്കാൻ പോയ അത്രയ്ക്കും ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടെയാണ് ഗംഗി ഈ വെള്ളം കോരാനിവിടെ തയ്യാറെടുക്കുന്നത്. അപ്പൊ ആ രാജകുമാരൻ പോലും, അമൃത് മോഷ്ടിക്കാൻ പോയ രാജകുമാരൻ പോലും ഇത്രയും ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ആയിരിക്കില്ല പോയത്. അതിനേക്കാൾ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയാണ് ഗംഗി ഇപ്പോൾ ഈ വെള്ളം മോഷ്ടിക്കാനായിട്ട് പോകുന്നത്. സാവധാനം എന്ന് പറഞ്ഞാൽ ജാഗ്രതയാണ് കേട്ടോ. സാവധാനം എന്ന് പറഞ്ഞാൽ പതുക്കെ അല്ല, ജാഗ്രതയോടെ എന്നാണ്. സമച്ച് പൂച്ചിക്കർ എന്ന് പറഞ്ഞാൽ അറിഞ്ഞ് കണ്ടും മനസ്സിലാക്കുകയും എന്നാണ്. ഗംഗി ദബേ പാവോ കുവേക്കി ജഗത് പർ ചഠി. ഗംഗി പതുങ്ങിയ കാൽവയ്പ്പുകളോടെ, ദബേ പാവ് എന്ന് പറഞ്ഞാൽ പതുങ്ങിയ കാൽവയ്പ്പുകളോടെ, കുവേക്കി ജഗത് പർ ചടി, ഞാൻ ആദ്യം പറഞ്ഞില്ലേ കിണറിന്റെ അടുത്തുള്ള ഒരു പടി, പതുങ്ങിയ വളരെ പതുക്കെ പതുങ്ങിയ കാൽവയ്പ്പുകളോടെ ഗംഗി ആ പടിയിലേക്ക് കയറി. ചടന കയറുക എന്നാണ്. വിജയ്ക്ക ഐസ അനുഭവം ഉസേ പഹലെ ന ഹുവാ था. അപ്പൊ വിജയത്തിന്റെ ആ ഒരു അനുഭവം ഗംഗയ്ക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എന്താണ്? വിജയിക്ക ഐസ അനുഭവസെ പഹലേന ഹുവാദ ക്യോ, അതായിരിക്കും ചോദ്യം. അപ്പൊ വിജയത്തിന്റെ ഒരു അനുഭവം അവക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാരിയായ ഗംഗി ഉയർന്ന ജാതിക്കാരനായ ഠാക്കൂറിനെ കെട്ടിന്ന് വെള്ളം കോരാൻ വന്നു. എല്ലാ തടസ്സങ്ങളും നീങ്ങി വെള്ളം കോരാനായിട്ട് ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അവൾക്ക് മനസ്സിലൊരു വിജയീഭാവം മനസ്സിലുണ്ടായി. എന്റെ പരിശ്രമങ്ങൾ വിജയം കാണുകയാണെന്നുള്ളൊരു തോന്നൽ, അതാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയോളൂ. ഉസ്നെ രസിക്ക ഭന്ത ഖടേമേണ്ടാല. അവര് ആ കയറുകൊണ്ട് ഉള്ള കുരുക്ക് കുടത്തിലിട്ടു.
ഫന്ത എന്ന് പറഞ്ഞ കുരുക്കാണ്. കുടത്തിൽ കെട്ടിയിട്ട് വേണമല്ലോ വെള്ളത്തിലേക്ക് ഇടാനായിട്ട്. അതുകൊണ്ട് കയറിന്റെ കുരുക്ക് കുടത്തിൽ ഇട്ടു. दाएं बाएं चौकन्नी दृष्टि से देखा जैसे कोई सिपाही रात को शत्रु के किले में सुराख कर रहा हो. दाएं बाएं എന്ന് പറഞ്ഞാല് വലത്തും ഇടത്തും. ചൗക്കന്നി ദൃഷ്ടി സെ ദേഖ എന്ന് പറഞ്ഞാല് വളരെ ആകാംക്ഷയോടെ നോക്കി. അപ്പോ ഏതോ ഒരു സൈനികൻ ശത്രുരാജ്യത്തിന്റെ കോട്ടയിൽ രാത്രികാലത്ത് ഒരു ദ്വാരം ഇടാൻ ശ്രമിക്കുന്നത് പോലെ, ഒരു സുഷിരം ഇടാൻ ശ്രമിക്കുമ്പോൾ 4 ചുറ്റിനും നോക്കുന്നത് പോലെ ഗംഗി വളരെ ആകാംക്ഷയോടും പേടിയോടും കൂടെ 4 ചുറ്റിനും നോക്കി. സുരാഖ് എന്ന് പറഞ്ഞാൽ സുഷിരം. अगर इस समय वह पकड़ ली गई तो फिर उसके लिए माफी या रियायत की रत्ती पर उम्मीद नहीं. अगर इस समय गंगी पकड़ ली गई तो उसके लिए माफी का कोई चांस नहीं, उसको सीधा मार डालेगा. लेखक ने हमें वह यहाँ ये याद करवा रहे हैं क्या, अगर इस समय पकड़ ली गई, ഈ സമയത്ത് ഗംഗിയെ പിടിച്ചാൽ, ഏത് സമയത്ത് താഴ്ന്ന ജാതിക്കാരിയായ ഗംഗി ഉയർന്ന ജാതിക്കാരനായ ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്നും വെള്ളം മോഷ്ടിക്കുന്ന ഈ സമയത്ത് പിടിക്കപ്പെട്ടാൽ പിന്നെ അവർക്ക് മാപ്പിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയുടെയോ അല്പം പോലും പ്രതീക്ഷയില്ല. ഉമ്മീദ് എന്ന് പറഞ്ഞ പ്രതീക്ഷയാണ്, റിയായത്ത് വിട്ടുവീഴ്ച. അപ്പൊ അവരുടെ നേരെ നമ്മൾ പറയില്ല, ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല, ഒരു കൺസെഷൻ ഉണ്ടാകില്ല. അവരെ എന്ത് ചെയ്യും, അവരെ ചിലപ്പോ പച്ചയ്ക്ക് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചെന്ന് വരും. അത്രയ്ക്കും രൂക്ഷമാണ് അവിടുത്തെ അന്നത്തെ ജാതി വ്യവസ്ഥിതി. അതുകൊണ്ടാണ് ലേഖകൻ നമ്മോട് അങ്ങനെ പറയുന്നത്. अंत में देवताओं को याद करके उसने कलेजा मजबूत किया और खड़ा कुएं में डाल दिया. അവസാനം ഈശ്വരന്മാരെയൊക്കെ ഓർത്ത്, യാദ്കാരന ഓർക്കുക, ഈശ്വരന്മാരെയൊക്കെ മനസ്സിൽ വിചാരിച്ച്, മനസ്സിൽ ധ്യാനിച്ച് തന്റെ ഹൃദയമൊക്കെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി അവര് 2 കൽപ്പിച്ച് ഈ കുടം കിണറ്റിലേക്ക് ഇട്ടു. ഡാൽന ഇടുക എന്നാണ് കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ്. खड़े ने पानी में गोता लगाया बहुत ही आहिस्ता. അപ്പൊ ഈ കുടം വെള്ളത്തില് ഓളം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പതുക്കെ. അഹിസ്ത എന്ന് പറഞ്ഞാൽ പതുക്കെ. ജരാബി ആവാസ് ന ഹുയി, അല്പം പോലും ശബ്ദം ഉണ്ടായില്ല. ഗംഗിനെ 2-4 ഹാത്ത് ജൽദി ജൽദി മാരെ. അപ്പൊ ഈ കുടം നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗംഗി 2-3 കൈ വളരെ വേഗം ഈ കുടം വലിച്ചെടുത്തു. കട കുവയ്ക്ക് മുഹൂത്തക് ആ പൗച്ച, അങ്ങനെ വളരെ വേഗം വലിച്ച് ഈ കുടം കിണറിന്റെ വക്ക് വരെ എത്തിച്ചു. കുവയ്ക്ക് മുഹൂത്തക് എന്ന് പറഞ്ഞാൽ കിണറിന്റെ മുഖം വരെ എന്ന അർത്ഥം, അത് വക്ക് വരെ എത്തിച്ചു. कोई बड़ा शहजोर पहलवान भी इतनी तेजी से न खींच सकता था. അപ്പോൾ വളരെ ശക്തനായ ഒരു ഗുസ്തിക്കാരൻ പോലും ഇത്ര ശക്തിയിൽ ആ വെള്ളം നിറച്ച കുടം വലിച്ചിട്ടുണ്ടാവില്ല. അതിനേക്കാൾ ശക്തിയോടെയാണ് ഗംഗി ഈ ജലം നിറച്ച കുടം വലിച്ചു കയറ്റിയത്. അപ്പൊ എന്തുകൊണ്ടാ അവരുടെ ആ ഒരു പ്രാണഭയം വരുമ്പോൾ നമ്മൾ നമ്മുടെ സർവ്വശേഷിയും എടുത്ത് പ്രവൃത്തി ചെയ്യും. അതാണ് ഗംഗി ഇവിടെ ചെയ്തത്. ഗംഗി തന്റെ സർവ്വശേഷിയെടുത്ത് ആ വെള്ളം നിറച്ച കുടം വലിച്ച് കിണറിന്റെ വക്കോളം എത്തിച്ചിരിക്കുകയാണ്. പാരഗ്രാഫ് നമ്മള് നമ്മുടെ പാഠത്തിന്റെ അവസാന ഭാഗത്തേക്കാണ്, കഥ തീരാൻ പോയാണ്. ഗംഗി ചുഗി की खड़े को पकड़कर जगत पर रखे कि एकाएक ठाकुर साहब का दरवाजा खुल गया. അപ്പൊ ഗംഗി കുനിഞ്ഞിട്ട് ഈ കിണറിന്റെ വക്കു വരെ എത്തിയിരിക്കുന്ന ഈ കുടം എടുത്ത് കിണറിന്റെ മുകളിലേക്ക് വെക്കാനായിട്ട് കുനിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഠാക്കൂർ സാഹിബിന്റെ വീടിന്റെ വാതിൽ തുറന്നു. ദർവാസ വാതിൽ കുൽഗയ തുറന്നു. ഠാക്കൂർ സാഹിബിന്റെ വീടിന്റെ വാതിൽ തുറന്നു. ഷേർ കാ മുഹ് ഇസ്സെ അധിക ഭയാനക് ന ഹോഗ. ഷേർ എന്ന് പറഞ്ഞാൽ സിംഹമാണ്. സിംഹത്തിന്റെ വായ ഇതിനേക്കാൾ ഭയാനകമായിരിക്കില്ല. അവിടെ ഒരു ചോദ്യമുണ്ട് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഷേർ കാ മുഹ് ഇസ്സെ അധിക ഭയാനക് ന ഹോഗ ക്യോ. അപ്പൊ അവിടെ ഗംഗി ഭയന്ന് വിറച്ച് നിൽക്കുന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ വെള്ളം മോഷ്ടിക്കുന്ന ആ
എടുത്ത് ഠാക്കൂറിന്റെ വീടിന്റെ വാതിൽ തുറന്നു. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് ഗംഗി വല്ലാതെ ഭയപ്പെട്ടു. ഗംഗിക്ക് ഹാത്ത് രസി ചൂട്ടുകയും. അപ്പൊ ഈ സമയത്ത് പേടിച്ചു വിറച്ച സമയത്ത് ഗംഗയുടെ കയ്യിൽ നിന്നും ആ കയറ് വിട്ടുപോയി. വെള്ളം കോരിക്കൊണ്ടിരുന്ന കുടം കിട്ടിയിരുന്ന ആ കയറ് വിട്ടുപോയി. रस्सी के साथ खड़ा धड़ाम से पानी में गिरा और कई क्षण तक पानी में हिलकोरे की आवाजें सुनाई देती रही. അപ്പൊ രസി കയറ് വിട്ട കൂട്ടത്തില് ആ വെള്ളം നിറച്ച കുടവും കൂടി കിണറ്റിലേക്ക് വീണു. എന്നിട്ടോ കൈക്ഷണ കുറെ നേരത്തേക്ക് വെള്ളത്തില് ഈ വെള്ളം അലയടിക്കുന്ന ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഗിരണ എന്ന് പറഞ്ഞ വീഴുകയാണ്. അപ്പൊ മനസ്സിലായല്ലോ, ഗംഗയുടെ പേടിച്ചു വിറച്ചു. ഗംഗയുടെ കയ്യിൽ നിന്നും ആ കയർ വിട്ടുപോയി. കയർ വിട്ട കൂട്ടത്തില് വെള്ളം നിറച്ചിരുന്ന ആ കുടവും കൂടി കിണറ്റിലേക്ക് വീണു. അപ്പൊ വെള്ളം നിറച്ച കുടം കിണറ്റിൽ ചെന്ന് വീണാലുള്ള ഒച്ച എന്താണെന്ന് നമുക്കറിയാം. ഒച്ചയോടൊപ്പം തന്നെ ദീർഘനേരം ആ വെള്ളത്തിന്റെ തിര അടിക്കുന്ന ആ ശബ്ദം, വെള്ളം കിണറ്റിൽ അലയടിക്കുന്ന ആ ശബ്ദം കുറെ നേരം അങ്ങനെ കേട്ടു. ഠാക്കൂർ കോൻ ഹെ पुकारते हुए कुएं की तरफ आ रहे थे और गंगी जगत से कूदकर भागी जा रही थी. അപ്പൊ ഈ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് ആരാണെന്ന് ചോദിച്ചോണ്ട് ഠാക്കൂർ കിണറിനടുത്തേക്ക് വന്നു. പുക്കാർത്തെ ഹുവെ വിളിച്ചോണ്ട്, ആരാണെന്ന് വിളിച്ചോണ്ട് ഠാക്കൂർ കിണറിന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ആ സമയത്ത് ഗംഗി എന്ത് ചെയ്തു? ഗംഗി കിണറിന്റെ പടിയിൽ നിന്നും ചാടി ഇറങ്ങി ഓടിപ്പോയി. കൂത്കർ എന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങി ഓടിപ്പോയി, ഓടി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഗംഗി ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. घर पहुंचकर देखा कि जोखू लोटा मुंह से लगाए वही मैला गंदा पानी पी रहा है. അപ്പൊ അങ്ങനെ ഓടി വീട്ടിൽ വന്നപ്പോ ഗംഗി കണ്ട ദൃശ്യം എന്താണ്? തന്റെ ഭർത്താവ് ആദ്യത്തെ ആ ദുർഗന്ധമുള്ള ആ വെള്ളം മൊന്തയോടെ എടുത്ത് വായിലേക്ക് ഒഴിക്കുന്ന ദൃശ്യമാണ് ഗംഗി കണ്ടത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇപ്പൊ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു, എന്നാൽ അല്പം ശ്രദ്ധയോടെ സമയമെടുത്തൊന്ന് ആലോചിച്ചാൽ എല്ലാം മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട്, അത് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. പിന്നെ ഇത് ഠാക്കൂർ കാ കുവ എന്നുള്ളത് നമുക്ക് ഒരു സിനിമയായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പൊ ഞാനതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുക. ഇത് ഏകദേശം 1.5 മണിക്കൂർ കൂടുതൽ വരുന്നതാണ്. അപ്പൊ ഈ പാഠത്തിന്റെ മുഴുവനും സ്റ്റോറി നിങ്ങൾക്ക് അപ്പോൾ കാണാൻ സാധിക്കും. ഈ പാഠത്തില് ഉൾപ്പെടുത്താത്ത കുറെ ഭാഗം കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ കാണാൻ സാധിക്കും. ഡാറ്റ ആവശ്യത്തിനുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇനിയൊരു പാഠവുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ഓക്കെ.